ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ 12th വീക്ക് എവിക്ഷനിലെ ആദ്യത്തെ എവിക്ഷൻ നന്ദനയും രണ്ടാമത്തെ എവിക്ഷൻ നടന്നു എന്നും, അതായത് നോറ പുറത്തു പോയി എന്നിട്ട് നോറേനെ സീക്രട്ട് റൂമിലാക്കി, സീക്രട്ട് റൂമിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചു എന്നൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെയൊക്കെ കുറേ ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ന്യൂസ് ഇതുവരേക്കും വന്നിട്ടില്ല. കാരണം ചെന്നൈ ആ സെറ്റിൽ സീക്രട്ട് റൂം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ആ സെറ്റിൽ സീക്രട്ട് റൂം ഇല്ല. പിന്നെ എങ്ങനെയാണ് നോറ സീക്രട്ട് റൂമിൽ ഇരിക്കുന്നതെന്നുള്ളത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. സീക്രട്ട് റൂം ഇല്ലാത്ത ഒരു സെറ്റിൽ എങ്ങനെ പോയി സീക്രട്ട് റൂമിലിരിക്കും? പിന്നെ അതും പോരാഞ്ഞിട്ട് ഇനി ഫിനാലെ എടുക്കാൻ 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഈ 2 ആഴ്ചക്കുള്ളിൽ ആരെങ്കിലും സീക്രട്ട് റൂമിലേക്ക് ആക്കുമോ? അങ്ങനെ ആക്കുകയാണെങ്കിൽ തന്നെ വല്ല മുറിയിലേക്ക് എങ്ങനെയോ ആക്കായിരിക്കും. ചിലപ്പോൾ ഒരു പ്രാങ്ക് ആയിരിക്കും, പ്രാങ്ക് കാണിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് സീക്രട്ട് റൂമിലേക്ക് കൊണ്ടിരുത്തി എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. അതും ഈ 2 ആഴ്ച ബാക്കി നിൽക്കുമ്പോൾ. പിന്നെ ബിഗ് ബോസിൻ്റെ കളികളുണ്ടാവുമല്ലോ. ബിഗ് ബോസിന് ഇഷ്ടമുള്ളവരെ വോട്ടിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്താക്കാണ്ട് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടി കാണിക്കും. പക്ഷേ അത് സീക്രട്ട് റൂമിലല്ല, ചിലപ്പോൾ ഏതെങ്കിലും റൂമിൽ കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തി പ്രാങ്കായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള സീനൊക്കെ ആയിരിക്കും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് കിട്ടുള്ളൂ. കാരണം പ്രൊമോയിൽ കൂടെ പോലും നമുക്ക് എവിക്ഷൻ കാണിച്ചിട്ടില്ല. ഇന്നലെ വന്ന പ്രൊമോയിൽ കൂടെ പോലും എവിക്ഷനെ കുറിച്ച് കാണിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കുക എന്താണ് സംഭവം നടക്കുന്നതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്ത ചാനൽ